എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനും നമസ്കാരം. കുറച്ചാളായിട്ട് ഞാൻ വീഡിയോസായിട്ടൊന്നും വരുന്നില്ല. കാരണം കുറച്ച് പേരെങ്കിലും അറിയാമായിരിക്കും, ഞാൻ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഞാൻ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. 10 ദിവസം മുമ്പാണ് ആക്സിഡൻറ്റ് സംഭവിച്ചത്. അപ്പോൾ ഇന്നലെയാണ് ഡിസ്ചാർജ് ആയ ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ അധികം പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും വളരെ എന്താ പറയുക, അത്രയും വേദനയ്ക്കിടയിലും ഒരുപാട് സന്തോഷം കിട്ടിയ ഒരുപാട് സന്ദർഭങ്ങൾ, അത്രമാത്രം പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്താ പറയുക, ഒരുപാട് ആശ്വസിപ്പിച്ചു. എൻ്റെ വീട്ടുകാരെ വിളിച്ച് കുറേ പേര് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് അധികം സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അധികം പേരോടൊന്നും സംസാരിക്കാൻ പറ്റില്ല. എന്നാലും പിന്നെ ലാസ്റ്റ് വിളിച്ചവരോടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ഒരുപാട് സന്തോഷം തോന്നി. ഇത്രമാത്രം പേര് എന്നെ സ്നേഹിക്കുന്നു എന്നറിയുമ്പോൾ തന്നെ എന്തോ ആദ്യമൊക്കെ എനിക്ക് ശരിക്കും സങ്കടം വന്ന് ഞാൻ കരയുമായിരുന്നു കോൾസൊക്കെ വരുമ്പോൾ. ഇപ്പോൾ ഓക്കെ ആയി, 10 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് അയച്ചപ്പോൾ ആർക്കും ഞാൻ റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല. എനിക്ക് ടൈപ്പ് ചെയ്യാൻ പ്രശ്നമില്ല, പക്ഷേ ചുണ്ടിലൊരു കുറേ അധികം സ്റ്റിച്ചുള്ള കാരണം ഇത് നിങ്ങളെ കാണിക്കാവുന്ന അവസ്ഥയിലായിട്ടില്ല ഈ രൂപം. അതുകൊണ്ടാണ് ഞാൻ മാസ്ക് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ആ സ്റ്റിച്ചുള്ള കാരണം സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ മെസ്സേജ് ഇങ്ങനെ ടൈപ്പ് ചെയ്യുമായിരുന്നു കിടന്നോട് തന്നെ. ഒരുപാട് പേരുടെ പ്രാർത്ഥന, എൻ്റെ നക്ഷത്രം ചോദിച്ച് മെസ്സേജ് അയച്ച കുറേ പേരുണ്ട്. അമ്പലത്തിൽ വഴിപാട് നേർന്ന കുറേ പേരുണ്ട്. ചർച്ചിൽ പോയി പ്രാർത്ഥിച്ച കുറേ പേരുണ്ട്. എല്ലാവരും ഞാൻ സ്നേഹത്തോടെ സ്മരിക്കുകയാണ് ഈ സമയത്ത്. അപ്പോൾ ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം എന്താ വെച്ചാൽ, കുറേ പേര് ചോദിച്ചു എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കതിലൊന്നും അത്രയും ടൈപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ആർക്കും റിപ്ലൈ കൊടുത്തിട്ടില്ല. ശരിക്കും 20-ാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം ഞാനിവിടുന്ന് ഒരു കസ്റ്റമറെ ഒഫീഷ്യൽ ആയിട്ട് ജോലിയുടെ ഭാഗമായിട്ട് തന്നെ ഒരു ഡോക്ടറെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ്. ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെ കന്യാകുളങ്ങര എന്നൊരു സ്ഥലത്ത്. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ ഡോക്ടറെ കണ്ട് മടങ്ങുന്ന വഴിയാണ് ആക്സിഡൻറ്റ്. ഞാൻ ബൈക്കിലാണ് എപ്പോഴും, ഞാൻ ഒരു 30 വർഷമായിട്ട് ബൈക്ക് ഓടിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ എനിക്ക് ബുള്ളറ്റാണ് ഉള്ളത്. കാറുണ്ടെങ്കിലും ചെറിയ യാത്രകൾക്കൊക്കെ ഞാൻ എപ്പോഴും ബൈക്ക് ഉപയോഗിക്കണേ. ബൈക്കിൽ പോയിട്ട് മടങ്ങുന്ന വഴിയിൽ എന്താ സംഭവിച്ചതെന്ന് ശരിക്കും എനിക്കറിയില്ല. എനിക്ക് പിന്നെ ബോധം വരുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. സംഭവിച്ച എന്താണെന്ന് ഞാൻ കേട്ടറിവ് മാത്രമേ എനിക്കുള്ളൂ. എനിക്ക് ആ മെമ്മറി, ആ സമയത്തെ മെമ്മറി ബ്ലോക്ക്ഡാണ്. ഞാൻ ആ ഡോക്ടറെ കണ്ടിട്ട് ബൈക്കെടുത്ത് അവിടെ നിന്ന് വരുന്ന മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എനിക്ക് ഓർമ്മ വരുന്നത് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ഡോക്ടറെ ട്രീറ്റ്മെൻറ്റ് സമയത്താണ്. അപ്പം പിന്നെ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ എൻ്റെ ബ്രദേഴ്സൊക്കെ പോയിരുന്നു അവിടെ. അപ്പോൾ അവിടുത്തെ നാട്ടുകാരാണ് പറഞ്ഞത്, ഞാൻ വണ്ടി ഓടിച്ച് തരുന്ന സമയത്ത് 2 പട്ടികൾ തമ്മിൽ റോഡിൻ്റെ ഒരു സൈഡ് കടി കൂടിയിട്ട് ഒരു പട്ടി പെട്ടെന്ന് ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് ചാടിയപ്പോൾ ആ പട്ടിയുടെ മുമ്പിലേക്ക്, പട്ടിയുടെ പുറത്ത് വണ്ടി ഇടിച്ചിട്ട് ഞാൻ മൂക്കടിച്ചിട്ട് നിലത്തേക്ക് വീണെന്നാണ് പറഞ്ഞത്. ശരിക്കും ഹെൽമെറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഈ കണ്ണടയൊക്കെ ഉള്ള കാരണം ഇപ്പോഴും ഹെൽമെറ്റിൻ്റെ വൈസർ ഉയർത്തി വെച്ച് ഓടിക്കാറുണ്ട്. അപ്പോൾ അതങ്ങനെ മേളിലോട്ട് പോയിട്ട് ഈ മുഖം പോയിട്ട് നിലത്തിങ്ങനെ ഒരയുകയാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ താഴത്തെ ചുണ്ട് ഇങ്ങനെ 2ആയിട്ട് വിട്ടുപോയി. ശരിക്കും പരുക്ക് മൊത്തം പറ്റിയിരിക്കുന്ന ചുണ്ടിനും മൂക്കിലുമാണ്. അപ്പം എന്താ പറയുക, എനിക്കാകെ ടെൻഷനാണ് ഞാനത് പറയുമ്പോൾ. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ മൂക്കുത്തി കിടക്കുമ്പോൾ ഞാൻ മരിച്ചു പോയി എന്ന് വിചാരിച്ചിട്ട് ആരും എടുത്തിട്ടില്ല നാട്ടുകാർ. ഒരു 100 പേര് വന്നു എന്നാണ് പറഞ്ഞത്. അവിടെ ഇതെന്താ പാർട്ടി സമ്മേളനം നടക്കുമായിരുന്നു ആ ഭാഗത്ത്. അവരെടുക്കാതെ കുറച്ച് സമയം നോക്കി നിന്നു. പിന്നെ ഞാൻ തന്നെ അവിടെ നിന്ന് എണീറ്റ് ഒരു റോഡിൻ്റെ സൈഡിലേക്ക് പോയിരുന്നു. അപ്പോഴാണ് ആളുകളൊക്കെ അടുത്തേക്ക് വന്നതെന്ന് പറയുന്നു. അപ്പോൾ എന്നിട്ട് ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുത്തിട്ട് ഞാൻ പാറ്റേൺ വെച്ചിട്ട് മൊബൈൽ അൺലോക്ക് ചെയ്ത് എൻ്റെ അളിയൻ്റെ നമ്പർ എടുത്തിട്ട് ഇവർക്ക് വിളിക്കാൻ കൊടുത്തു. ഇതൊന്നും എൻ്റെ മനസ്സിലില്ല, ഈ കാര്യങ്ങളൊന്നും. ഇത് എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നവർ പറഞ്ഞാണ് അറിയുന്നത് ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായെന്നുള്ള കാര്യം. അപ്പോൾ ഞാനത് അന്വേഷിക്കുമ്പോൾ എന്താണ് സൈക്കോജനിക് അമ്നേഷ്യോ അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് പറയുന്നത്. ചിലർക്ക് ഈ ആക്സിഡൻറ്റ് വരുമ്പോൾ ഒരു സിവിയർ സ്റ്റേജിൽ പോകുമ്പോൾ മൈൻഡ് തന്നെ, നമ്മുടെ ബ്രെയിൻ തന്നെ അപ്പോഴത്തെ മെമ്മറിയെ ബ്ലോക്ക് ചെയ്യുന്നതാണ് പറയണേ. അപ്പോൾ അത്രയും സമയം
ബ്ലാങ്ക്, അത്രയും ആ സംഭവങ്ങൾ ബ്ലാങ്കാണ്. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ റീകളക്ട് ചെയ്യാൻ പറ്റുന്ന ഡോക്ടേഴ്സ് പറയുന്നത്. എന്തായാലും ഇതാണ് സംഭവിച്ചത്. അങ്ങനെ എല്ലാവരും പറഞ്ഞു. ആ ഭാഗത്ത് CCTV ഒന്നുമില്ല, കുറച്ചൊരു ഒഴിഞ്ഞ സ്ഥലമായിരുന്നു. പിന്നെ രാത്രിയുമായിരുന്നു, ഒരു 7:30-ക്ക് ശേഷം. ഇപ്പോൾ നേരത്തെ ഇരുട്ടുന്ന കാരണം സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അവിടെ. അപ്പം അതാണ് സംഭവിച്ചത്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. ആദ്യം ഇതിനൊക്കെ ട്രീറ്റ് ചെയ്തത്. ഇത് സ്റ്റിച്ചിങ് എൻ്റെ 2 ചുണ്ടിൻ്റെ ഉള്ളിലും മുകളിലും താഴെയൊക്കെ കൂടെ ഒരു 36 സ്റ്റിച്ചുണ്ട്. ചുണ്ടിൻ്റെ ഉൾവശമൊക്കെ അങ്ങോട്ട് കുറേ കഷ്ണങ്ങളായിട്ട് ചിതറിപ്പോയി. ഇപ്പോൾ ഓക്കെ ആയി. ഇവിടെ ട്രിവാൻഡ്രത്ത് കിംസ് ഹോസ്പിറ്റലായിരുന്നു. ഒരു ഭംഗിയായിട്ട് തന്നെ അത് ചെയ്തു എന്ന് കരുതുന്നു ഞാൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആയപ്പോൾ അന്നേരം ഡോക്ടർ വന്നിട്ട് ഓർത്തോ പ്രോബ്ലമൊക്കെ ചെക്ക് ചെയ്തായിരുന്നു. CT സ്കാൻ എടുത്തു. ഇൻറ്റേർണൽ ബ്ലീഡിങ്ങോ ഇൻറ്റേർണൽ പ്രോബ്ലംസോ ഒന്നും ഇല്ല പറഞ്ഞു. ആകെ ഈ പ്രശ്നമായിരുന്നു കണ്ടേ. അപ്പോൾ നെക്സ്റ്റ് ഡേ ആയപ്പോൾ എൻ്റെ ഈ കാല് ഉയർത്താൻ പറ്റാത്ത അവസ്ഥയായി. തലേദിവസം ഓർത്തോ ഡോക്ടർ നോക്കിയിട്ട് പ്രശ്നമില്ലെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഈ ലെഫ്റ്റ് ലെഗിന് നല്ല പെയിൻ ഉണ്ടായി, എനിക്ക് ഉയർത്താൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ എക്സ്റേ എടുത്തിട്ട് അതും പ്രശ്നമില്ല പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ ഒരു ഫ്ലൂയിഡ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തിട്ട് നല്ല പെയിൻ. ആ ഫ്ലൂയിഡ് ഇങ്ങനെ എന്താ പറയുക ഡ്രെയിൻ ചെയ്തു അവിടെ നിന്ന്. പിന്നെ MRI ചെയ്തപ്പോഴാണ് ലിഗമെൻ്റ് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞത്. പിന്നെ അടുത്ത ദിവസം തന്നെ വീണ്ടും ഒരു സർജറിയും കൂടെ ചെയ്തു. സർജറി ചെയ്തു, ഡിസ്ചാർജായി. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ എനിക്ക് നല്ല റെസ്റ്റ് വേണ്ടി വരും. എന്താ പറയുക, ഇപ്പം 1.5 മാസം ഈ കാല് നിലത്ത് തന്നെ കുത്താൻ പാടില്ലെന്നാണ് പറഞ്ഞിരിക്കണം. അത് കഴിഞ്ഞിട്ട് മെല്ലെ നമ്മൾ എന്താ പറയുക ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തിട്ട് നോർമൽ സ്റ്റേജിലേക്ക് വരാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പ്രതീക്ഷയിലാണ് ഞാൻ. കുഴപ്പമില്ല. അപ്പോൾ ഫുൾ ബിസി ലൈഫായിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയാം, ഒരുപാട് വീഡിയോസും ഒപ്പം ജോലിയും ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും ചോദിക്കാറുണ്ട്. ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട് ഇതൊക്കെ ഒരുമിച്ച് എങ്ങനെയാണ് മാനേജ് ചെയ്യണമെന്ന്. പക്ഷെ എല്ലാം ഞാൻ മാനേജ് ചെയ്തിരുന്നു. അതിനിടയ്ക്ക് പലപ്പോഴും നിങ്ങളുടെ കമൻസിനൊന്നും റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ല. അങ്ങനെ കുറേ വിമർശനം കിട്ടിയിട്ടുണ്ട് എനിക്ക്. കുറേ ചോദിക്കും, ഒന്നും മറുപടി പറയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇനി ഞാനിവിടെ വെറുതെ ഇരിക്കുന്ന സമയത്ത് കുറച്ചൊക്കെ നോക്കി ഞാൻ ചെയ്യാം. അപ്പോൾ എന്തായാലും ഒരു 3-4 മാസം എനിക്കങ്ങനെ ആക്റ്റീവായിട്ട് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്നെ ശരിക്കും കുറച്ചും കൂടി വിഷമത്തിലാക്കുന്ന എൻ്റെ ചെടികൾ അറിയാലോ. ഞാൻ കുറേ എൻ്റെ മക്കളെ പോലെ കൊണ്ട് നടക്കുന്ന കുറേ ഫ്രൂട്ട് പ്ലാന്റ്സ്, പിന്നെ എൻ്റെ അഡീനിയം പ്ലാന്റ്സ്, ഇതൊക്കെ വീട്ടിൻ്റെ മുകളിലുള്ള 2 നിലകളിലായിട്ട് വെച്ചിരിക്കുന്നത്. ഒരു സ്റ്റെപ്പും കയറാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ. അപ്പോൾ അവരൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ ഈ താഴെ ഒരു റൂമിലാണ് ഉള്ളത്. എന്തായാലും തൽക്കാലം ജസ്റ്റ് വെള്ളം വല്ലപ്പോഴും ഒഴിക്കാൻ മക്കൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹോസ്പിറ്റലിലും കുറേ പേരെന്നെ ഒന്ന് കണ്ടിട്ടുണ്ട്. മക്കളും വൈഫും ഒക്കെ അതിൻ്റെ കൂടെ തന്നെ ഉണ്ട് എപ്പോഴും. എനിക്കിനി ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ കുറച്ചും കൂടെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വീഡിയോസ് ഉണ്ടാവുമല്ലോ, ഇരുന്നുകൊണ്ട് ചെയ്യാവുന്ന. ഗാർഡനിങ് വീഡിയോസോ അങ്ങനെ അധ്വാനിക്കുന്ന വീഡിയോസൊന്നും ചെയ്യാൻ പറ്റില്ല. ഇരുന്നുകൊണ്ട് ചെയ്യാവുന്ന കുറച്ച് വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റി ഞാൻ ചെയ്യാം. അത് വീഡിയോ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതല്ല, എന്തെങ്കിലും എനിക്ക് ചെയ്യണം. കാരണം ഒറ്റയ്ക്കിരുന്ന് അങ്ങനെ എനിക്ക് വെറുതെ ഇരുന്നിട്ട് അങ്ങനെ ഒരു ശീലമില്ല ഇതുവരെ. അപ്പോൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അപ്പം ഒരു ഇൻട്രാക്ഷൻ, അറ്റ്ലീസ്റ്റ് നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുമല്ലോ എനിക്ക്. നിങ്ങളുടെ കമൻസും നിങ്ങളുടെ എന്താ പറയുക ലൈക്സും അതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഒഫീഷ്യലി എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓൺലൈൻ കോർഡിനേറ്റ് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ശരിക്കും ഞാൻ ഫീൽഡിൽ വർക്കിന് പോയിരുന്നത് കാരണം അത് കുറച്ച് ബ്ലോക്കാവും. അപ്പം ഇങ്ങനെ ചെയ്യാമെന്ന് കരുതുന്നു. പിന്നെ എന്താ പറയുക, ഫേസ്ബുക്കിനെ സംബന്ധിച്ച് ഫേസ്ബുക്കിലാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യേണ്ട ഒരുപാട് വീഡിയോസ് ഇനി ബാക്കിയുണ്ട്. നേരത്തെ എടുത്ത വീഡിയോസ് കുറേ ഉണ്ട്. അത് ഞാൻ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാം. പിന്നെ യൂട്യൂബിലേക്കാണെങ്കിലും കുറച്ച് വീഡിയോസ് ഞാൻ നേരത്തെ എടുത്തിട്ട് അത് ക്വാളിറ്റി ഇല്ല അല്ലെങ്കിൽ നിലവാരമില്ല എന്ന് പറഞ്ഞ് മാറ്റിയിട്ട കുറച്ച് വീഡിയോസ് ഉണ്ട്. അത് പറ്റിയാൽ എഡിറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ഞാൻ അപ്ലോഡ് ചെയ്യാം. പിന്നെ പറയാലോ, എൻ്റെ ക്രിസ്മസും എൻ്റെ ന്യൂ ഇയറും ഒക്കെ ഇവിടെ തന്നെയായിരിക്കും. ദൈവനായിരിക്കും എൻ്റെ സന്തോഷാചാരി കുറേ നാളത്തേക്ക് ഇനി. അപ്പോൾ കാര്യങ്ങൾ കുഴപ്പമില്ലാതെ ഇതുവരെ പോകുന്നുണ്ട്. അപ്പോൾ ഒന്നിട്ട് പറയാലോ, എല്ലാവർക്കും, എന്നെ അന്വേഷിച്ചവർക്കും എനിക്ക് മെസ്സേജ് അയച്ചവർക്കും എല്ലാവരും വളരെ പോസിറ്റീവായിട്ടാണ്. എൻ്റെ മെസ്സഞ്ചർ ഫുള്ള് മെസ്സേജസാണ്. അറിയാവുന്നവരൊക്കെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു. 1-2 പേരൊഴിച്ച് ഇതിൽ ഒരാൾ മാത്രം എന്നെ കുറച്ചധികം വിഷമിപ്പിച്ചിട്ടുണ്ട്. ഈ സമയത്തും എൻ്റെ മെസ്സഞ്ചറിൽ വന്നിട്ട്
ഞാനത് അർഹിച്ചിരുന്നു. എൻ്റെ പ്രവൃത്തിയുടെ ഫലമാണ്. ഞാൻ ആഡംബര ജീവിതം നയിക്കുമ്പോൾ ഞാൻ പാവങ്ങൾക്ക് വേണ്ടിയൊന്നും ചെയ്യാത്തതുകൊണ്ട് ദൈവം തന്ന ശിക്ഷയാണെന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് വിഷമിപ്പിച്ചു എന്നെ അത്. കാരണം ഞാൻ അങ്ങനത്തെ ഒരാളല്ല. അപ്പോൾ അജ്മലിനോട് ഞാൻ പറയുകയാണ്, നമ്മൾ ഒരുപാട് നാളായിട്ട് അറിയുന്ന ഫ്രണ്ട്സാണ്, ഞങ്ങൾ ഫേസ്ബുക്ക് ഫ്രണ്ട്സും കൂടിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരാൾ മാത്രം എന്നെ ഇങ്ങനെ ഹേർട്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് അജ്മലിനോട് പറയാനുള്ള, ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന ഒരാളല്ല. ഞാൻ ആ ധാരണ മാറ്റാൻ പറ്റിയാലും മാറ്റുക, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യട്ടെ. ഞാനായിട്ടൊന്നും പറയുന്നില്ല. ഞാൻ ഇങ്ങനൊരു റിപ്ലൈ മാത്രമേ പുള്ളിക്ക് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി പറഞ്ഞല്ലോ ഒരുപാട് നല്ലത് ചെയ്താൽ. ഇപ്പം എടുത്ത് പറയാവുന്നൊരിപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ വിധു പ്രതാപ്, സിംഗർ, എല്ലാവരും അറിയുന്ന ആളാണ്. വിധു പ്രതാപിൻ്റെ അമ്മ മാഡം എൻ്റെ ഒരു വ്യൂവറാണ്, ഫോളോവറാണ്, ഒരു വെൽവിഷർ കൂടിയാണ്. എന്നെ മോനെന്ന് എപ്പോഴും വിളിക്കുക, ഞാൻ അമ്മയെന്ന് വിളിക്കുക. ഇതറിഞ്ഞിട്ട് കിംസിലേക്ക് ആളെ അയച്ചിട്ട് അടുത്തൊരു GMനെ അതിൻ്റെ റൂമിലേക്ക് അയച്ചിട്ട് എന്ത് സഹായം വേണം ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്, ശരിക്കും പറഞ്ഞാൽ ആ സ്നേഹമൊക്കെ കണ്ടപ്പോൾ ഞാൻ വല്ലാണ്ടായിപ്പോയി. എന്തായാലും അപ്പോൾ എന്നെ ഒരിക്കൽ പോലും, അല്ല ഞാനൊരിക്കൽ പോലും നേരിൽ കണ്ടിട്ടില്ലാത്ത നിങ്ങൾ കാണിക്കുന്ന സ്നേഹമുണ്ടല്ലോ, അത് ഇനി ഉണ്ടാവണം.